നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത രണ്ട് അതിഥികളാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്, മീത്തും മിറിയും. റീൽസ് വീഡിയോയും ജീവിതത്തിലെ മറ്റ് വിശേഷങ്ങളുമായൊക്കെ ഇവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം പരിചയപ്പെട്ടവരാണ്. ഇവരുടെ കണ്ടന്റ് പ്രധാനമായും ജീവിതത്തിലെ സാഹചര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ളതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ശ്രദ്ധ നേടിയ ഇരുവരും നമുക്കൊപ്പം പുതിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുകയാണ്. സ്വാഗതം രണ്ടുപേർക്കും. താങ്ക് യു സോ മച്ച്. ഇത്രയും ഒരു അടിപൊളി ഇൻട്രോ തന്നതിന് ഒരു ബിഗ് താങ്ക്സ്. മിത്ത്, മിറി, ഒപ്പം നിങ്ങളെക്കുറിച്ച് എല്ലാവർക്കും എല്ലാം അറിയാം അല്ലേ? നിങ്ങളുടെ തന്നെ റീൽസിലൂടെ നിങ്ങളുടെ ഓരോ ദിവസവും ഉണ്ടാകുന്ന വിശേഷങ്ങൾ നിങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവെക്കുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതൽ എന്ത് ചോദിക്കും, എന്ത് പുതുതായിട്ട് പ്രേക്ഷകർക്ക് നൽകും എന്നതാണ് ഇന്നത്തെ എൻ്റെ വെല്ലുവിളി. എന്താണ് നിങ്ങളുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ? ഇപ്പോൾ യൂട്യൂബിൽ ഏതാണ്ട് 4 മില്യൺ ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അതേസമയം ഇൻസ്റ്റയിൽ 1 മില്യണോട് അടുത്തിരിക്കുന്നു. ഇത്രയധികം ആളുകളെ ഇങ്ങനെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നത് എങ്ങനെയാണ്? ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഫോളോവേഴ്സ് നെഞ്ചോട് അടുപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആണ്. എസ്പെഷ്യലി നമ്മളൊരു വർക്കിംഗ് ആൾക്കാരാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കപ്പിളൊക്കെ ആകുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഒരു ഫാമിലിയും കുഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ. പക്ഷെ നമ്മളതൊന്നും ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയാണ്ട് നമ്മൾ വരുന്ന എല്ലാ ചാലഞ്ചും ഏറ്റെടുത്ത് എല്ലാ ദിവസവും എങ്ങനെ നമ്മുടെ ഫോളോവേഴ്സിനെ, നമ്മുടെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിനെ എങ്ങനെ എന്റർടൈൻ ചെയ്യണം എന്നുള്ള ഓരോ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജേർണി അത്ര വലിയ ഈസി ഒന്നും ആയിരുന്നില്ല. കാരണം ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസ് നമുക്കൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമല്ലല്ലോ. അതിന് ഹാർഡ് വർക്ക് ചെയ്യണം, കൺസിസ്റ്റൻസി വേണം, ക്രിയേറ്റിവിറ്റി വേണം. അങ്ങനെ കുറെ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ തന്നെയാണ് നമ്മൾ ഈ ഒരു 4 മില്യൺ പ്ലസ് എന്നുള്ള യൂട്യൂബ് ഫാമിലിയിൽ എത്തിയിരിക്കുന്നത്. അതിന് നമ്മളെ ഇഷ്ടപ്പെടുന്നതും നമ്മളെ വീഡിയോസ് കാണുന്ന ലോകത്തിലെ എല്ലാ ആൾക്കാരോടും 1000 നന്ദി പറഞ്ഞാൽ തീരില്ല. നമുക്കിപ്പോ പറയാൻ പറ്റുന്നത് നന്ദി മാത്രമാണ്, അവരോടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും. അല്ല മിരി, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അല്ല, മിറി ഇങ്ങനെ നോക്കുകയാണ്. ഒന്ന് നിർത്തിയായിരുന്നെങ്കിൽ എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. അല്ല, ഇത് ഇങ്ങനത്തെ ആധികാരികമായ ചോദ്യത്തിന് വിത്തേട്ടനാണ് ആൻസർ പറയാൻ കുറച്ചും കൂടി നല്ലത്. പക്ഷെങ്കില് വിത്തേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്ത് വെക്കാന്ന് പറയുന്ന വലിയൊരു ടാസ്ക് ആണ്. അപ്പോ എന്റെ കാര്യത്തിൽ എനിക്കൊരു കുഞ്ഞും കൂടി ഉണ്ടായിരുന്നു. കുഞ്ഞും കൂടി ഉണ്ട്. അപ്പം അതൊരു ചലഞ്ച് പോലെ തന്നെ എടുത്തിട്ട് വീഡിയോസ് ചെയ്യുന്നതായാലും പുതിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതില് എന്താ പറയാ, ഒരു മടി കാണിക്കാതെ, ഒരു ലേസിനെസ് ഇല്ലാതെ ഒരു ജോബ് പോലെ തന്നെ ഏറ്റെടുത്ത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ മിത്രൻ എപ്പം പറയും ഇതൊരു ജോബ് ആയിട്ട് തന്നെ ഏറ്റെടുക്കും. ഇത്രയും വർഷം 2 ഇയേഴ്സ് മുന്നേ വരെ ഞാൻ എന്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വീഡിയോ വന്നതിന് ശേഷം ടാസ്ക് ആണ്. കാരണം വീഡിയോ ചെയ്യണം, എന്റെ ജോബ് ചെയ്യണം, മിലിയോന്റെ കാര്യം നോക്കണം. അപ്പം ജോബിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. മിത്താണ് പറയുന്നത് നിന്റെ ജോബ് പോലെ തന്നെ ഈ ജോബ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതുപോലെ തന്നെയാണ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അങ്ങനെയാണ്. ജോബ് പോലെ ഏറ്റെടുത്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഇത് 100% കൊടുത്തിട്ടാണ് ഇത്രയും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വരുന്നത്. തീർച്ചയായും മിറി, നമുക്ക് ഓരോ ജോലിയിലും അതിൻ്റെതായ റിസ്ക് ഉണ്ട് അല്ലേ? ഇവിടെ മീത്ത് ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ട് കണ്ടന്റ് എല്ലാം എൻ്റെതാണ്, പക്ഷേ ലൈക്കും കയ്യടിയും ഒക്കെ നേടുന്നത് മിറിയാണ് എന്ന്. ഇതൊരു ജോബായി കാണണമെന്ന് പറഞ്ഞ് ഒരുമിച്ച് പോവുകയാണല്ലോ. ഈ ബോസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭരണമൊക്കെ നേരിടേണ്ടി വരുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ എന്തെങ്കിലും ബോസിന്റെ ഭാഗത്ത് നിന്ന് ബോസ് ആവാൻ ശ്രമിക്കാറുണ്ടോ മീത്ത്? മിത്തോട് ബോസ് ആവാൻ ശ്രമിക്കാറില്ല. പക്ഷെ എന്റെ അടുത്ത് പറയും അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ചിലപ്പോ നമ്മള് ആഡ് ഷൂട്ട് ഒക്കെ ചെയ്യുമ്പോ എനിക്ക് ഭക്ഷണം പോലും കിട്ടില്ല. അപ്പൊ എനിക്ക് ഭക്ഷണം വിശന്ന് കഴിഞ്ഞാൽ ഞാൻ ഭ്രാന്തിയാവും. അപ്പം ഞാൻ എന്റെ അടുത്ത് പറയും എനിക്ക് ഭക്ഷണം വേണം, ഇതെന്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആദ്യം ഷൂട്ട് എന്നിട്ട് ഞാൻ ഭക്ഷണം തരാം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മളിപ്പം ഏത് ജോലി ആയാലും അതിന്റെ ഒരു അച്ചടക്കത്തോടെ ചെയ്ത് അതിന്റെ 200% കൊടുത്താലേ അതിന്റെ റിസൾട്ട് അതേപോലെ വരുള്ളൂ. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ വരുമ്പോൾ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് എന്ത് ചെറിയതായാലും വലുതായാലും അതിന് അത്രയും പ്രയോറിറ്റി കൊടുത്ത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഞാൻ ഏറ്റെടുത്തതാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അത് മെറിയുടെ എനിക്ക് മെറീനെ
എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. കാരണം അത്രയും എന്താ പറയുക, അത്രയും സപ്പോർട്ടാണ് ആസ് എ വൈഫ് എനിക്ക് കിട്ടുന്നത്. വൈഫല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ആഫ്റ്റർ മാരേജ് എനിക്ക് വേറൊരു ഫ്രണ്ട് ഇല്ല. മോർ ദാൻ എ വൈഫ്, എനിക്ക് മെറി എന്ന് പറഞ്ഞാൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് നോ വേർഡ്സ് ആക്ച്വലി പറയുകയാണെങ്കിൽ. മെറീന്റെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടുന്നതും മെറീന്റെ സപ്പോർട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഓഡിയൻസ് പിന്നെയാണ് വരുന്നത്. മെറീന്റെ സപ്പോർട്ട് ഉണ്ടായാലും എനിക്ക് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ടാണ് ഓഡിയൻസിലേക്ക് എത്തുന്നത്. പിന്നെ അവര് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നുള്ളത് നമ്മുടെ വലിയൊരു ലക്കും കൂടിയാണ്. പക്ഷെ ഇവിടുന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് ദി ഗ്രേറ്റ് സപ്പോർട്ട്. ഞാനിതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോട്ടെ മീത്ത്. മെറി, ഈ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണോ? ഫ്രീക്കൻ പയ്യനായിട്ട് വന്നു, ആദ്യം ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഒഴിവാക്കാൻ നോക്കിയ പയ്യനാണ്. പക്ഷേ ആ ഫ്രീക്കൻ വീണ്ടും ജീവിതത്തിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ ദാ നമ്മളോട് ഈ പ്രേക്ഷകരെല്ലാം കാണെ പറയാണ്, വിവരിക്കാൻ പറ്റുന്നില്ല മെറിയെ എന്ന് പറയുകയാണ്. ഇതൊക്കെ സത്യമാണോ സ്വന്തം അനുഭവത്തിൽ നിന്ന്, അതോ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഇങ്ങനെ വെറുതെ പറയുന്നതാണോ? അത് സത്യമാണെന്ന് തോന്നുന്നു എനിക്ക്. ഇത് കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ സോപ്പിടാം. അപ്പൊ അല്ല, അങ്ങനെ മിത്തേട്ട ഇടയ്ക്ക് പറയാറുണ്ട് സപ്പോർട്ട് ഭയങ്കരമാണ്, നീ ഇല്ലെങ്കിൽ ഇത് ചെയ്യാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പൊക്കി പറയാറുണ്ട്. അപ്പൊ എനിക്കൊരു എനർജി കിട്ടും, ഓക്കെ എന്നാ ചെയ്തേക്കാം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അപ്രീസിയേഷൻ വലിയൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ രണ്ടാളും കൂടെ ഒരു ജോബ് ചെയ്യാണ്. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് ചെറിയ ചെറിയ കാര്യമായ പോലെ ഒരു കപ്പിൾ റിലേഷനിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇപ്പൊ മിത്തേട്ടൻ ഒരു കണ്ടന്റ് ഒക്കെ എടുത്തു വരുമ്പോൾ ഞാൻ നല്ല കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ അതും പറയും. അപ്പൊ അങ്ങനെയാണ് ഒരു കപ്പിൾ ലൈഫ് സക്സസ്ഫുൾ ആവുന്നത്. അപ്പോ അല്ലെങ്കിൽ എന്താണ്, അതുകൊണ്ടാണ് ലൈഫിലും നമ്മളെ സക്സസ് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. തീർച്ചയായും നിങ്ങൾ മീറ്റ് മിറി എന്ന നിക് നെയിം സ്വീകരിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ റീൽസ് ചെയ്തു തുടങ്ങിയത്. മാത്രമല്ല മീത്തിനെ കണ്ടാൽ ഒരു നോർത്ത് ഇന്ത്യൻ പയ്യൻ, ഈ ഫ്രീക്ക് പയ്യൻ്റെ ലുക്കൊക്കെ ആയിരുന്നു. പക്ഷെ അതാ ഇപ്പോൾ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന മീത്ത് വളരെ നമ്മളുടെ നാട്ടിലൊക്കെ കാണുന്ന പയ്യന്മാരെ പോലെ ഇരിക്കുന്നു. അത് അങ്ങനെ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിച്ച് കൊണ്ടുവരുന്നതാണോ ലുക്കിൽ, അതോ? ഇല്ല, ഞാൻ എല്ലാവരോടും പോയി കഴിഞ്ഞാൽ നമ്മളോട് ഈ സോഷ്യൽ മീഡിയ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ടോപ്പിക് എല്ലാവരും എടുത്ത് ചോദിക്കുന്നത് നമ്മളുടെ ഈ ഒരു സ്റ്റൈലും നമ്മുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് അതിന്റെ ആ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഷോസോ അവാർഡ് ഷോസോ ഇവന്റ്സ് ഒക്കെ ആകുമ്പോൾ അതെല്ലാം പ്ലാൻ ചെയ്യുന്നത് ഞാനായിരിക്കും. കളർ തീം ആയാലും അതിന്റെ ഡ്രസ് കോഡായാലും പാറ്റേൺസ് ആയാലും എല്ലാം. അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മള് ചിലപ്പോ മേക്കപ്പ് ഇടാത്തോണ്ടായിരിക്കും അല്ലെ, പച്ച മനുഷ്യനായിട്ട് വന്നിരിക്കുന്നോണ്ടായിരിക്കും. അങ്ങനെയല്ല, സത്യം പറഞ്ഞാൽ ഈ ഒരു 3 മണി എന്നുള്ള ടൈം എന്നോട് മറന്നുപോയി. അപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴേ ഏകദേശം ഒരു സെറ്റപ്പ് ആക്കി വന്നിരുന്നതാണ്. പക്ഷെ എനിക്കെല്ലാം ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പൊ മോഡേൺ സ്റ്റൈൽ ആയാലും ട്രഡീഷണൽ ആയാലും അത് അതിൻ്റെതായ രീതിയിൽ ക്യാരി ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അങ്ങനെ നോക്കാറുണ്ട് അല്ലേ മെറി? തീർച്ചയായും മെറിയുടെ ഈ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ഇതുപോലെ ഡ്രസ്സിനൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അതിൻ്റെ സെലക്ഷനൊക്കെ നല്ല സമയമെടുത്ത് ചെയ്യുന്ന ആളാണെന്ന് നമുക്ക് തോന്നും. സാരികൾ ഓരോന്നിൻ്റെ സെലക്ഷൻ ആയാലും അതിൻ്റെ ബ്ലൗസ് ആയാലും അതൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ ആരാധകരെ പിടിച്ചു നിർത്തുന്നതിൻ്റെ ഒരു കാര്യം നിങ്ങൾ ഈ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുന്നതിൽ കാണിക്കുന്ന ഈ ശ്രദ്ധ തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം എല്ലാവരും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് വേറെ ആളെ ഇട്ട ഡ്രസ്സ് കാണാനും അത് ആസ്വദിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ നമ്മളുടെ കാര്യത്തില് അതൊരു അഡീഷണൽ ആഡഡ് പോയിന്റ് ആണ്. പിന്നെ എന്റെ എന്ത് ഡ്രസ്സും സെലക്ട് ചെയ്തിരുന്നത് എന്റെ ബ്ലൗസ് ഡിസൈൻ ആയാലും ഫ്രം എന്താ പറയാ ടോപ്പ് ടു ബോട്ടം മിത്തേട്ടനാണ് സെലക്ട് ചെയ്തത്. ഞാൻ മെറീന്റെ ഒരു സ്പെഷ്യൽ കാര്യം ഞാൻ പറയാട്ടോ. മെറിക്ക് സാരി ടപ്പ് ചെയ്ത് നട്ടു കൊടുക്കാൻ പറ്റും. എനിക്കൊന്നൊരു ചാലഞ്ച് ഒക്കെ വെക്കുകയാണെങ്കിൽ മെറി ഉറപ്പായിട്ട് വിന്നർ ആയിരിക്കും. 2 minutes കൊണ്ടൊക്കെ മെറി സാരി അതിന്റെ അതേ കറക്റ്റ് രീതിയിൽ ഉടുത്തിട്ട് വരും. നമ്മളിപ്പോ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ചിലപ്പോ നമ്മള് ഏതെങ്കിലും പുഴയുടെ സൈഡിലോ അല്ലെങ്കിൽ ചില കാടുകളിലോ അങ്ങനത്തെ ഒക്കെ
ലൊക്കേഷൻ നോക്കി പോകാറുണ്ട്. ചിലപ്പോ അവിടെ നിന്ന് അടുത്ത് വീടുകളൊന്നും ഉണ്ടാകാറില്ല ഡ്രസ്സ് മാറ്റാനൊക്കെ. അപ്പം മേരി കാറിന്ന് തന്നെ കാറിന്റെ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു ഡിഫറൻസും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് സാരി 2-3 മിനിറ്റ്സിനുള്ളിൽ കൊടുത്തിട്ട് വരും. അത് ഞാനും ഇങ്ങനെ ആലോചിക്കും. അതൊക്കെയാണ് ഞാൻ മെറീനെ കാണുന്ന ഒരു സ്പെഷ്യൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരിക്കലും നോ പറയില്ല. എൻ്റെ അടുത്ത് ഞാൻ ഓക്കെ പറഞ്ഞതാണെങ്കിൽ അവള് റെഡിയാണ്. അതൊക്കെ ഒരു ലക്കാണ് ആക്ച്വലി അങ്ങനത്തെ ഒരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുമ്പോൾ. അപ്പൊ എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയാലും നമുക്കത് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ മെറി അതിന് റെഡി ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കാറിന്റെ ഉള്ളിൽ നിന്ന് സാരി ഉടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെയാണ് ആക്ച്വലി മലയാളികളുടെ. ഞാൻ കണ്ടിരുന്ന കുറ്റമല്ല, എന്നാൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ചില പെൺകുട്ടികൾ എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല എന്ന് പറയുന്നത് ഒരു ഫാഷൻ ആയിട്ട് കാണുന്ന കുറച്ച് വിഭാഗം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല, സാരി ഉടുക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷേങ്കില് പെൺകുട്ടികൾ സാരി ഉടുത്താൽ ഉണ്ടാകുന്ന ഒരു ബ്യൂട്ടി വേറെ ഒരു ഡ്രസ്സിന് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ മെറി? അതെ, മെറിക്ക് എല്ലാ ഡ്രസ്സും ചേരും. മെറിയുടെ വീഡിയോസ് കണ്ടാൽ, ഫോട്ടോഷൂട്ടൊക്കെ കണ്ടാൽ മെറിക്ക് എല്ലാ ഡ്രസ്സും ചേരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ മെറിയുടെ എന്തോ പേയ്മെന്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇല്ലില്ല, മിത്തും മെറിയും ഇടുന്ന ഡ്രസ്സുകൾ എല്ലാവരും ശ്രദ്ധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മെറി ഇടുന്ന സാരി കണ്ടാൽ അല്ലെങ്കിൽ ഇത് എവിടുന്നാണെന്നൊക്കെ അറിയാനൊക്കെ പ്രേക്ഷകർക്കൊക്കെ താല്പര്യം ഉണ്ടാവും. ഞാൻ ഒരു സസ്പെൻസ് കൂടി പൊളിക്കാൻ, ഒരു പക്ഷേ ഇവർ ഇതിനോടകം വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മെറി സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന സാരികൾ വാങ്ങാനുള്ള ഒരു അവസരം കൂടി ഈ ദമ്പതികൾ നിങ്ങൾക്ക് ഒരുക്കുകയാണ്. അങ്ങനെ ഒരു ബിസിനസ് സംരംഭം കൂടി തുടങ്ങുകയാണ് ഓൺലൈനായി, ഇല്ലേ മെറി? പറഞ്ഞോളൂ, പ്രേക്ഷകരോട് എന്താണ് ആ സംരംഭത്തെ കുറിച്ച് പറയാനുള്ളതെന്ന്. അത് കുറച്ചു പേർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ലൈവാണ്, നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 3 months ആയിട്ടുണ്ട്. അതിന് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടില്ല. അതെ, എല്ലാരും 2 കൈ നീട്ടി സ്വീകരിച്ചു. അതും നമ്മൾ ഒഫീഷ്യലി ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഇപ്പൊ ന്യൂസ് 18 കൂടെ ആയിരിക്കും ഒരു ബിഗ് പ്ലാറ്റ്ഫോമിൽ നമ്മളിങ്ങനെ പറയുന്നത്. നമ്മുടെ ബിസിനസിന്റെ പേര് ഓൺലൈൻ സാരി ബുട്ടീക്ക് ആണ്. പാഞ്ചാലി വസ്ത്ര എന്നാണ് പേര്. ആ പേരിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ഇതുവരെ ആളോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും പക്ഷെ മെറിയാണ് അതിന് വീഡിയോസ് ചെയ്യുന്നതും റിവ്യൂസ് ഇടുന്നതും. മെറിയുടെ ഫോട്ടോസ് ആണ് ഏറ്റവും കൂടുതൽ അത് വരുന്നതൊക്കെ. മെറിന്റെ സാരി ഉടുക്കുന്ന ഫോട്ടോസ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആയതും സക്സസ്ഫുൾ ആയതും. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയും ഒരു സക്സസ്ഫുൾ ആകും എന്നുള്ളത്. അപ്പം മെറി കൊടുക്കുന്ന എല്ലാ സാരീസും ഇനി പാഞ്ചാലി വസ്ത്രയിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പം നമ്മളെ ഇന്റർവ്യൂ എടുക്കുന്നത് നിങ്ങൾക്കും ഒന്ന് വിസിറ്റ് ചെയ്യാം. മെറിയുടെ സെലക്ഷൻസ് ആയിരിക്കും. എങ്ങനെയാണ് ഇതിന്റെ ഒരു ബിസിനസ് രീതി? ഓൺലൈൻ ആണ്. അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കിപ്പം ഈ ഡ്രസ്സിന്റെ ആയാലും ഫ്രം മൈ ടോപ്പ് ടു ബോട്ടം സെലക്ട് ചെയ്യുന്ന ഫസ്റ്റ് അപ്രൂവൽ എനിക്ക് മിത്തേട്ടന്റെ കിട്ടുന്നതായിട്ട് എനിക്ക് എന്നാലേ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം, ഈ ഡിസൈൻ, ഡ്രസ് ഡിസൈനും അല്ലെങ്കിൽ മേക്ക് ഓവർ ആയാലും ഫസ്റ്റ് മിത്തേട്ടനാണ് ഒരു സാധനം എടുത്തിട്ട് വരുന്നത്. അപ്പൊ അതിൽ ഭയങ്കര എന്താ പറയാ ടാലന്റഡ് ആണ് മിത്തേട്ടൻ. അപ്പം ഈ ഈവൻ ഡ്രസ് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള സാരീസ് ആണ് നമ്മള് സെയിലിന് വെക്കുന്നത്. അപ്പം അതൊക്കെ ഫസ്റ്റ് മിത്തേട്ടനാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ഒപ്പീനിയൻ അല്ലെ കൺഫേംഡ് കൊടുക്കാൻ എന്റെ അടുത്ത് കാണിച്ചു തരും, ഇതൊക്കെ ഓക്കെ അല്ലേ, ഓക്കെ. അതെല്ലാ സാരീസും നമ്മൾ ഈ ഹാൻഡ് പിക്ക് ചെയ്ത് സ്പെഷ്യലി പർച്ചേസ് ചെയ്യുന്നതാണ്. ഇന്ത്യയുടെ പല സ്ഥലത്തു നിന്ന് പോയിട്ട് പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മളത് സെയിലിന് വെക്കുന്നത്. അപ്പം ജസ്റ്റ് നമ്മുടെ പാഞ്ചാലി വസ്ത്ര എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് പേജിൽ കൂടെയാണ് നമ്മൾ കംപ്ലീറ്റ് സെയിൽ ചെയ്യുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറൈറ്റി ഉള്ള അഫോർഡബിൾ പ്രൈസിലുള്ള സാരീസ് നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ഓർഡർ ചെയ്ത് നിങ്ങളുടെ വീട്ടിലെത്തും. തീർച്ചയായും. എന്തായാലും കോസ്റ്റ്യൂം ഇവരുടെ വീഡിയോകൾ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒരു ബിസിനസ് തന്ത്രം അല്ലെങ്കിൽ അതിനൊരു ബിസിനസ് സാധ്യത കൂടി അവർ തേടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മീത്ത്, ഇവിടെ മറ്റൊരു സന്തോഷം, യൂട്യൂബിൽ 4 മില്യൺ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനനുസരിച്ചൊരു വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് മറ്റ് സോഷ്യൽ മീഡിയയിൽ നിന്നും തന്നെ. കണക്കൊന്നുമല്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ കണക്കൊക്കെ കേൾക്കുമ്പോൾ ഒരു നല്ല എമൗണ്ട് കിട്ടുന്നുണ്ടാവും എന്നാണ് എല്ലാവർക്കും മനസ്സിലാവുക. അതിനൊപ്പമാണ് ഈ ബിസിനസ് തുടങ്ങാനുള്ള തീരുമാനവും. അപ്പോൾ ഇതിനൊക്കെ സമയം കണ്ടെത്തണം. അപ്പോൾ ഇതിൽ നിന്ന് പിൻവലിയുമോ അതോ ഇതുപോലെ നിലനിർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങളുടെ പ്രസൻസ് ഇതുപോലെ നിലനിർത്തിക്കൊണ്ട് ബിസിനസ്സുമായി മുന്നോട്ട് പോവുക എന്നതാണോ ഉദ്ദേശിക്കുന്നത്?
ഉറപ്പായിട്ടും. കാരണം നമ്മളുടെ ഫസ്റ്റ് ബേബി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. അപ്പം അതിൽ നിന്നാണ് നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, അത് മുഴുവനും സോഷ്യൽ മീഡിയക്ക് അർഹതപ്പെട്ടതാണ്. അപ്പം അതൊരിക്കലും നമ്മള് വന്ന വഴി മറക്കരുത് എന്ന് പറയല്ലോ. അപ്പൊ നമ്മുടെ ഓഡിയൻസിനെയും നമ്മൾ മറക്കില്ല. അവരെ എന്റർടൈൻ ചെയ്യാൻ എത്രത്തോളം നമുക്ക് പറ്റും, എത്ര കാലം പറ്റും അത്ര കാലം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒരു സൈഡ് ആയിട്ട് തുടങ്ങിയതാണ്. അത് അവിടെ അതിന്റെ വഴിക്ക് അങ്ങ് പോകും. നമ്മൾ ഇതൊന്നും ഒരു എക്സ്ക്യൂസ് ആയിട്ട് കാണുന്നത്, ഇപ്പൊ നമ്മുടെ ജോലി ആയാലും ട്രാവൽ ആയാലും ബിസിനസ്, അതൊന്നും നമ്മളെ എക്സ്ക്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു കാരണം ആവില്ല. സോഷ്യൽ മീഡിയ കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ ഇപ്പോൾ ഉള്ളതിനേക്കാളും സ്ട്രോങ് ആയിട്ട് നമ്മൾ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ അതിന്റെ വഴിക്ക് അതേപോലെ പോകും. മിത്ത് വീടിന്റെ പണി കൂടി നടന്നു വരികയാണ് അല്ലേ? പുതിയ വീടിൽ നിന്നുള്ള റീൽസ് ഞങ്ങൾക്ക് എപ്പോ കാണാൻ പറ്റും? ഉടനടി ഉണ്ടാകും. കാരണം നമ്മളുടെ ഒരു ഡ്രീമാണ് ആക്ച്വലി ഒരു നമ്മളുടേതായ രീതിയിൽ ഒരു വീടെടുത്ത് അവിടെ നിന്ന് ഇനി കുറെ വീഡിയോസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം വലിയൊരു ഡ്രീമിന്റെ ഒരു തുടക്കം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നാളെയാണ് ആക്ച്വലി നമ്മളുടെ ബേസിന്റെ കോൺക്രീറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഹാപ്പിനെസ്സും എക്സൈറ്റ്മെന്റും ഒക്കെ നമുക്കുണ്ട്. നമ്മളുടെ വീട് എങ്ങനെയെങ്കിലും എടുത്ത് അത് നമ്മളുടെ ഓഡിയൻസിലേക്ക് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു വലിയ സ്റ്റെപ്പ്. കാരണം നമ്മുടെ എല്ലാ അച്ചീവ്മെന്റ്സിലും എല്ലാത്തിലും ഒരു പങ്ക് നമ്മുടെ ഓഡിയൻസിനാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരു പങ്ക് അതിലുണ്ട്. അപ്പം ആസ് എ ഫാമിലി അവർക്ക് മുമ്പിൽ കൊണ്ടുപോയി വെക്കാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഇനി മീത്ത് കുറച്ചു നേരം ഒന്നും ഉണ്ടായിരിക്കും, ഞാൻ മെറിയോട് ചോദിക്കട്ടെ. മെറി, വീടിന്റെ ഡിസൈനും ഫുൾ മീത്തിന് വിട്ടുകൊടുക്കുകയാണോ? എല്ലാ തീരുമാനവും മീത്തിന്റെ ആണോ? മുറി എവിടെ, വാഷ്റൂം എവിടെ, അങ്ങനെയുള്ള എല്ലാ തീരുമാനവും വിട്ടുകൊടുത്തോ? അതിലെന്തെങ്കിലും, അതോ അവിടെ എന്തെങ്കിലും സേ ഉണ്ടായിരുന്നോ മെറിക്ക്? ഇല്ല, നമ്മള് ഇപ്പൊ ഒരു എന്ത് കാര്യം, ഇപ്പൊ വീടിന്റെ കാര്യമായാലും നമ്മള് 50-50 ആണ്. മിത്തേട്ടനും അഭിപ്രായം പറയും, എന്റെ അഭിപ്രായം പറയും. രണ്ടുപേരും എടുത്തിട്ടുള്ള നമ്മളെ സ്വപ്ന ഭവന ഒരാളുടെ മാത്രം ഇഷ്ടമില്ലല്ലോ. അപ്പൊ എന്ത് കാര്യങ്ങളും ഡിസൈൻ ചെയ്യുമ്പോൾ എന്റെ അഭിപ്രായം കൂടി എടുക്കലാണ്. മിത്തേട്ടന് അല്ലാണ്ട് സ്വന്തമായിട്ടൊന്നും ചെയ്യാറില്ല. പക്ഷേങ്കില് മിത്തേട്ടന്റെ ഒരു ഡ്രീം ഉണ്ട്. മിത്തേട്ടൻ ഭയങ്കരമായിട്ട് സ്വപ്നം കാണുന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനത്തെ ഒരാളല്ല സത്യം പറഞ്ഞാല്. അപ്പൊ മിത്തേട്ടന് അങ്ങനെ വേണം, വീട്ടിൽ ഇങ്ങനെ വേണം, ഈ കോർണറിൽ എനിക്ക് ഇൻഡോർ വേണം, അങ്ങനത്തെ കുറെ ഐഡിയാസ് മിത്തേട്ടന്റെ ആയിരുന്നു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ എനിക്കും ഭയങ്കര സന്തോഷമാണ്. എന്റേതായ ഐഡിയാസ് ഞാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ കിച്ചണിന്റെ ഭാഗങ്ങള് എങ്ങനെ വേണമെന്ന് ഞാനാണ് ഡിസൈൻ ചെയ്തത്. അപ്പൊ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ ആണ്, ഒരാളുടെ മാത്രമല്ല. തീർച്ചയായും ഓരോ റീൽസിലും ഈക്വൽ കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മെറിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ ആ ജോലി കൊണ്ടുപോയിരുന്ന ആളാണ്. മിത്തിനും വേറെ ജോലി ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഇത് ഫുൾ ടൈം കോൺസെൻട്രേഷൻ ആവശ്യം വന്നപ്പോൾ രണ്ടുപേരും ജോലി ഉപേക്ഷിച്ചു. അപ്പോൾ ഇതിൽ നിന്നുള്ള വരുമാനം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? നിങ്ങൾ കോണ്ടന്റ് മുഴുവൻ എന്റെയാണ് എന്നൊരു അവകാശവാദം മീത്ത് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ ഇതിന്റെ വീതം വെപ്പ് നിങ്ങൾക്കിടയിലുണ്ട്? അങ്ങനെ നമ്മള് ഇതുവരെ എന്താ ഇങ്ങനെ ഓപ്പണായിട്ട് പറയണമെന്ന് എനിക്കറിയാം. ഇത് എന്റെ പൈസ, അത് നിന്റെ പൈസ. നമ്മൾ അങ്ങനെയല്ല. എന്ത് സാധനം കിട്ടിയാലും അത് രണ്ടുപേരും ഫ്രീഡത്തോടെ എടുക്കാറുണ്ട് നമ്മളുടെ കാര്യത്തിൽ. അത് ഇൻകം ആയാലും ഇപ്പൊ എനിക്കും സോഷ്യൽ മീഡിയയിൽ കൂടെ ഇൻകം വരാറുണ്ട്. മിത്തേട്ടനാണ് കൂടുതൽ ആഡ്സിന്റെ പ്രൊമോഷൻ ഒക്കെ നമ്മള് മിത്തേട്ടന്റെ അക്കൗണ്ടിലേക്കാണ് കൊടുക്കാറ്. പക്ഷെ നാളെ നമ്മളിപ്പോ വീട് എടുക്കാണ്. ഇപ്പൊ വീടിന്റെ ഫുൾ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് മിത്തേട്ടനാണ്. അപ്പൊ അതിലൊരു ഇതുവരെ വീട് എടുക്കുന്നത് മെറിയുടെ പേരിലാണ്, പ്രോപ്പർട്ടി വാങ്ങിയത് മെറിയുടെ പേരിലാണ്. പക്ഷേ അതിന് വേറെ എന്താ പറയാ, മെറിക്ക് ഭയങ്കര എതിർപ്പായിരുന്നു എന്റെ പേരിൽ എടുക്കേണ്ട, മിത്തേട്ടനെടുക്കും പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ഇത് എന്റെ ഡ്രീം ഹൗസ് ആണ്, പക്ഷെ എനിക്ക് എന്റെ വൈഫിന്റെ പേരിൽ തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മെറിയുടെ പേരിലാണ് വീടെടുക്കുന്നത്. പക്ഷെ നമ്മളുടെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഇവൻ വർക്ക് ചെയ്യുമ്പോൾ മെറിയുടെ സാലറി എത്രയാണെന്നോ അല്ലെ എന്റെ സാലറി എത്രയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, അതിന്റെ ഒരു അവസരം വന്നിട്ടുമില്ല. രണ്ടുപേർക്ക് ഗൂഗിൾ പേ പിന്നൊക്കെ അറിയാം. എന്റെ പിന്നെ അവൾക്കാരെ അവളുടെ ആവശ്യമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും
പിന്നെ ഞാൻ ഒരിക്കലും പൈസ കാൽക്കുലേറ്റ് ചെയ്യാത്ത ഒരാളാണ്. ഞാനൊക്കെ എഴുതി വെക്കാറുണ്ട്. നിധി 1 രൂപയാണെങ്കിലും എഴുതി വെക്കും. ഞാനൊക്കെ എഴുതി വെക്കും, കാൽക്കുലേറ്റഡ് ആണ്. ഈവൻ മിക്കവായിട്ടും സ്പെൻഡ് ചെയ്യുന്ന മണി ആയാൽ പോലും ഞാനൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഇന്ന് ഇത്ര ചെലവായി എന്നൊക്കെ പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു ഭാര്യമാരെല്ലാരും അങ്ങനെ തന്നെയാണ്. അവര് കുറച്ച് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. തീർച്ചയായും. എന്തായാലും മീത്തിന്റെയും മെറിയുടെയും വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. നമുക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ആവശ്യം വീണ്ടും സ്വാഗതം. വിശേഷങ്ങളുമായി മീത്തും മെറിയുമാണ് നമുക്കൊപ്പം ഉള്ളത്. മീത്ത്, ഞാൻ അധികം ഈ റീൽസ് കാണാത്ത ആളാണ്, പക്ഷെ എൻ്റെ മോളൊക്കെ കാണും. അങ്ങനെ കാണിച്ച് ഒക്കെ എനിക്ക് നിങ്ങളെ പരിചിതമാണ്. ഏറ്റവും അവസാനം ഞാൻ നിങ്ങളുടെ ഇന്ന് നാളെ നിങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് നിങ്ങളുടെ റീൽസ് കാണാൻ നോക്കിയിട്ട് അതിനകത്ത് മുഴുവൻ ആഡുകളാണ്. വലിയ വലിയ ബ്രാൻഡിൻ്റെ ആഡുകളിൽ നിങ്ങൾ പോയിട്ട് അവിടെ ആഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ എത്ര ബ്രാൻഡുകളുമായി നിങ്ങൾ ഇപ്പോൾ കൊളാബ് ചെയ്യുന്നുണ്ട്? എനിക്ക് തോന്നുന്നു നമ്മള് കേരളത്തിലെ ബ്രാൻഡ്സും ചെയ്തിട്ടുണ്ട്, നാഷണൽ ബ്രാൻഡ്സും ചെയ്തിട്ടുണ്ട്, ഇന്റർനാഷണൽ ബ്രാൻഡ്സും ചെയ്യാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഇതുവരെ ചെയ്ത ബ്രാൻഡ്സ് നോക്കുകയാണെങ്കിൽ ഒരു 100+ ചെയ്തിട്ടുണ്ടാവും അല്ലെ. 100+ വലുതും ചെറുതുമായ ബ്രാൻഡ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. തീർച്ചയായും. ഇതിപ്പോൾ നിങ്ങളെ ഇത്രയും ചേർത്ത് നിർത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ ഒരു ഫേസായി എടുക്കുന്നത് സ്ത്രീകളിലും കുട്ടികളിലും നിങ്ങൾക്കുള്ള സ്വാധീനം കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികളായിരുന്നു നിങ്ങളുടെ ആരാധകർ എന്ന് തോന്നുന്നില്ലേ? നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങൾ എന്താണ്? ഇപ്പോൾ ആഡിൻ്റെ കാര്യത്തിലായാലും പുറത്തിറങ്ങുമ്പോഴായാലും ഒക്കെ എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ സ്നേഹം മനസ്സിലാക്കുന്നത്? നമ്മളിപ്പോ എവിടെ പുറത്തു പോയാലും ഫസ്റ്റ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നത് കുഞ്ഞു കുട്ടികളാണ്. കുഞ്ഞു കുട്ടികളാണ് അമ്മമാരെ വിളിച്ചിട്ട് അയ്യോ മീറ്റ് മേരി അല്ലെങ്കിൽ മിത്തു ഏട്ടൻ എന്നൊക്കെ വിളിച്ചിട്ട് അമ്മമാർക്ക് കാണിച്ചു കൊടുത്ത്, പിന്നെ അമ്മമാര് വന്ന് അവൻ ഫുൾ ടൈം ഫോണിലാണ്, നിങ്ങളുടെ വീഡിയോസ് ആണ് കാണുന്നത്, നമ്മളും കാണാറുണ്ടെന്നൊക്കെ അവര് പിന്നെയാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് കുട്ടികളാണ് ഓടി വരുന്നത്. അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം നെക്സ്റ്റ് ജനറേഷൻ കുട്ടികളാണ്. അപ്പൊ അവരൊക്കെ വളർന്നു വലുതായാലും നമ്മളൊക്കെ അറിയപ്പെടും. നമ്മളിപ്പം ചെറുപ്പത്തിൽ നമ്മൾ കണ്ടു വളർന്ന മോഹൻലാല്, മമ്മൂട്ടി ഇപ്പോഴും നമ്മൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. അപ്പം ഈ വരുന്ന ജനറേഷൻ നമ്മളെ തിരിച്ചറിയുക, നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മളിപ്പം പുറത്തൊക്കെ പോയി കഴിഞ്ഞാല് ഇപ്പം മേരി എന്നെ മിത്തുവേട്ടാന്ന് വിളിക്കുന്ന അതേ ടോണില് നമ്മളിങ്ങനെ നടന്നു പോവായിരിക്കും. ഈ അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ഇപ്പം ഇവ ആൺകുട്ടികളായാൽ പോലും എവിടെ കണ്ടാലും ദൂരെ നിന്നൊക്കെ വിളിക്കും. മിത്തുവേട്ടാ മേരി വിളിക്കുന്ന ഒരു ടോൺ ഉണ്ട്, ഒന്ന് വിളിച്ചേ. അങ്ങനെ വിളിക്കുമ്പം അത് കേൾക്കുമ്പം നമ്മൾ അവരിൽ ഒരാളായി മാറുന്നു, അവരുടെ ഫാമിലിയിൽ ഒരാളായി മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അത്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സന്തോഷം നൽകുന്നതിനൊപ്പം തന്നെ അതെ, സന്തോഷം നൽകുന്നതിനൊപ്പം തന്നെ അതൊരു നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം കൂടിയല്ലേ? കാരണം കൊച്ചു കുട്ടികളാണ് കാണുന്നത് നിങ്ങളുടെ കോണ്ടന്റ്. അപ്പോൾ അത്രമാത്രം റെസ്പോൺസിബിൾ ആയിരിക്കണം, ആ കുട്ടികളെ നേർവഴിക്ക് നടത്തുന്നതായിരിക്കണം. അങ്ങ് അതൊരു റെസ്പോൺസിബിലിറ്റി കൂടിയല്ലേ? ആ നിലയിൽ നിങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം വിപുലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മള് കണ്ടന്റ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യമൊക്കെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നായിരുന്നു വീഡിയോ ചെയ്യുന്നത്. അപ്പോഴൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് മൂവി സോങ്സിന്റെ ലിപ്സിങ്ങും റൊമാൻറ്റിക് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് പോകെ കേരളത്തിലെ മലയാളി ഓഡിയൻസ് നമ്മളെ കൂടുതലായിട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്തപ്പം നമുക്ക് മനസ്സിലായി ഫാമിലി ഓഡിയൻസ്, സ്പെഷ്യലി ഹൗസ് വൈഫ്, ആ ഒരു മേഖലയിലാണ് കൂടുതൽ മെജോറിറ്റി ഓഫ് ഓഡിയൻസ് വരുന്നത്. അപ്പൊ മനസ്സിലായി അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ കണ്ണൂർ ഓൺ വോയിസ്, കണ്ണൂരിൽ സ്ലാങ്ങിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ കൂടുതൽ ആളുകൾക്ക് എത്തി. പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യും, അത് വൾഗറായി പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും അതിലൊരു മെസ്സേജ് നമ്മൾ കൊടുക്കാറുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എല്ലാ വീഡിയോസിലും കൊടുക്കാറുണ്ട്. ഒരു എന്താ പറയാ, അതിന് ഒരു കോർ വാല്യൂ ഉള്ള ഒരു സാധനം അതിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന അമ്മമാര്
അവരെ വീഡിയോ കാണാൻ അനുവദിക്കുന്നതും കുറെ കുട്ടികളുടെ അമ്മമാരെ നമ്മളോട് പറയാണ്ട് നിങ്ങളുടെ വീഡിയോ ആണ് മോൻ കാണുന്നത്, മോന് ഭയങ്കര ഇഷ്ടമാണ്, മിത്വാട്ടന് സങ്കടം തോന്നും, മോന് സങ്കടാവാറുണ്ട്, ചേച്ചി എന്തിനാ അങ്ങനെ മിത്വാട്ടനോട് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ മിലിയോ വന്നതിന് ശേഷം കുറെ അമ്മമാർ ഇതും പറയാറുണ്ട്, മിലിയോയുടെ വീഡിയോ കാണിച്ചിട്ടാണ് എന്റെ മോന് ഭക്ഷണം കൊടുക്കുന്നത്, മിലിയോയുടെ വീഡിയോ കണ്ടിട്ട് അവരെ സങ്കടമാണ്, എല്ലാ ദിവസവും മിലിയോയുടെ സ്റ്റോറി എടുത്ത് ഷെയർ ചെയ്യണേ, മോന് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് വിഷമാണെന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായും ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളുണ്ട്. എന്തായാലും നിങ്ങളുടെ കണ്ടന്റ് ആ നിലയിൽ തന്നെ പ്രസക്തമായതുകൊണ്ടാണ് ന്യൂസ് 18 നിങ്ങൾക്ക് ട്രെൻഡ്സ് ആൻഡ് സ്റ്റൈൽ അവാർഡ് നൽകിയിട്ടുണ്ട്. നിരവധി അവാർഡുകളും നിങ്ങളെ തേടിയെത്തിയിട്ടുണ്ട്. ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ നിങ്ങളുടെ തുടർന്നുള്ള കണ്ടന്റിലും പ്രതീക്ഷിക്കാം എന്ന് കരുതുന്നു. ഒപ്പം ഇത് കംപ്ലീറ്റ്ലി ഈ സന്തോഷം മാത്രം നൽകുന്ന ഒരു ഫീൽഡ് അല്ല എന്നുകൂടി അറിയാം. നമുക്കറിയാം ഏറ്റവും ഒടുവിൽ ഒരു ഇൻഫ്ലുവൻസറുടെ മരണം പോലും ഉണ്ടായിട്ടുണ്ട്. ചെറിയൊരു പാളിച്ചയോ വീഴ്ചയോ എവിടെങ്കിലും ഉണ്ടായാൽ ആ നിലയിലുള്ള തിരിച്ചടി കൂടി നേരിടേണ്ടി വരും. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മോശം അനുഭവങ്ങൾ കമൻറ്റുകളായിട്ടോ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് പോലെയൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ നമ്മള് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് വരുമ്പം അതിന് രണ്ട് വശങ്ങളുണ്ട്, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അത് ഒരാൾ ഇൻഫ്ലുവൻസർ ആയിട്ട് വരണം, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരാന്ന് പറയുമ്പം ഇത് ആക്ച്വലി മനസ്സിലാക്കിയിട്ട് വരണം. അല്ലെങ്കിൽ എനിക്ക് തന്നെ ആദ്യമൊക്കെ ഭയങ്കര സങ്കടം വരാറുണ്ട് ചില നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യാനും അത് മൈൻഡ് ചെയ്യാണ്ടെന്ന് പറയാനും എനിക്ക് വലിയൊരു ഫാമിലി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ മിത്തേട്ടനാണെങ്കിലും നല്ലൊരു സപ്പോർട്ട് കിട്ടാറുണ്ട്. പക്ഷേങ്കിൽ ചില കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം, നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ല എന്നുള്ളതാണ്. എനിക്കിങ്ങനെ നെഗറ്റീവ് കമന്റ് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി അച്ഛനെയോ അല്ലെങ്കിൽ ബ്രദേഴ്സിനെയോ ഫ്രണ്ട്സിനെയോ അപ്രോച്ച് ചെയ്യുമ്പം ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് കോമൺ എന്ന് പറയാൻ, അല്ലെങ്കിൽ അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ, അതൊക്കെ പോട്ടെ അതൊക്കെ വരും, അല്ലെങ്കിൽ നീ എന്നും റീൽസ് ചെയ്യണം എന്നൊക്കെ പറയാൻ എനിക്ക് തോന്നുന്നു ചില കുട്ടികൾക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് വരാറുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു നെഗറ്റീവ് കമന്റ് എടുത്ത് നാളെ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണ്, ഫസ്റ്റ് നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയിട്ടല്ലേ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് വരുന്നത്. ഇത് ഒരുപാട് ആളെടുത്ത് നിന്ന് ഈവൻ ഞാനും കേൾക്കാറുണ്ട്. എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ എന്റെ ഫ്രണ്ട് സർക്കിളിൽ വരുന്ന ഒരാൾക്കാർ വരെ പറയാറുണ്ട്, ഇതുപോലൊക്കെ ചെയ്തിട്ടല്ലേ നിനക്ക് നെഗറ്റീവ് കമന്റ് വരുന്നത്, ഉള്ള ജോലി എടുത്ത് മര്യാദയ്ക്ക് നിന്നാ പോരേന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് അവരെ കൂടെയുള്ള ആൾക്കാർ അതായത് അതുപോലത്തെ ഒരു നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് കിട്ടാണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ലോൺലിനെസ് ആയി പോവുക, നമുക്ക് ബാഡ് ചിന്തകൾ വരുന്നത്, നമുക്ക് സൂയിസൈഡ് ഓക്കെ ഇനി മരിച്ചേക്കാം എന്നുള്ള ഒരു സാധനം വരുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓഫ് ഓൾ സപ്പോർട്ട് കുറയുമ്പോഴാണ്, പിന്നെയാണ് നെഗറ്റീവ് കമന്റ്സ് എടുക്കുന്ന ആൾക്കാരെ നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായും മീത്ത്, എന്തായാലും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ട്. അതൊക്കെ നിറവേറട്ടെ. പുതിയ വീട്ടിൽ നിന്നുള്ള വീഡിയോകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ പ്രേക്ഷകരെ ഒക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് വളരെ കാലം മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങൾക്കൊപ്പം വന്നതിനും ഇത്രയും സമയം ചെലവഴിച്ചതിനും താങ്ക് യു. ന്യൂസ് 18നോട് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മുടെ ഉയർച്ചയിൽ ന്യൂസ് 18 ഒരു ഭാഗമാണ്, നമുക്ക് അവാർഡ് തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഇന്റർവ്യൂയിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തത് ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കാണുന്നു. ഇനിയും ഇങ്ങനെയൊക്കെ നമുക്ക് വരാൻ പറ്റട്ടെ, അസോസിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു ബിഗ് താങ്ക്സ്. കീപ് സപ്പോർട്ടിങ് അസ്. നമ്മളും മാക്സിമം നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ലവ് യു, ലോട്ട്സ് ഓഫ് ലവ്. Thank you so much. Thank you. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.